Hello friends, I am Tulasi. Welcome to Fourth Dimension. ഇന്ന് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ചാപ്റ്റർ 6 ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ ഫിനോമിന ഇറ്റ് വാസ് ഡിസ്കവേർഡ് ബൈ Faraday and Henry in the 19th century. They observed that, or they discovered that when a coil is subject to a change in magnetic field or varying magnetic field, and EMF or current is produced in the coil. And that phenomenon is actually called electromagnetic induction. അതായത് ഒരു കോയിൽ ക്ലോസ്ഡ് കോയിലായിരിക്കാം, അതിന് ചുറ്റും നിൽക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൽ ചേഞ്ച് വന്നാൽ ഒരു വേരിയേഷൻസ് ഉണ്ടാകുകയാണെങ്കിൽ അതിലേക്ക് ഒരു EMF ഇൻഡ്യൂസ് ചെയ്യാം എന്നവർ കണ്ടുപിടിക്കുന്നു. ആ ഫിനോമിനയാണ് ശരിക്കും ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. പക്ഷേ അത് പഠിക്കുന്നതിന് മുമ്പ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് കുറേ ടേംസുകളും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്കറിയണം. അതിൽ ആദ്യത്തെ മാഗ്നറ്റിക് ഫ്ലക്സ്, അതിൻ്റെ റെപ്രസെൻറ്റ് ലെറ്റർ 5B എന്നാണ്. മാഗ്നറ്റിക് ഫ്ലക്സ്. ഈ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രോസ്റ്റേറ്റിക്സിൻ്റെ ഇലക്ട്രിക് ഫ്ലക്സ് പഠിക്കുന്നതിന് സിമിലറായിട്ട് വരുന്ന ഒരു ക്വാണ്ടിറ്റി ആയിരിക്കും. അവിടെ ഇലക്ട്രിക് ഫീൽഡ് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കൊണ്ടാണെങ്കിൽ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് റെപ്രസെൻറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കൊണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പോകുന്ന പാത്തിലായിട്ട് നമ്മൾ ഒരു ഡെഫിനിറ്റ് ഏരിയ വെക്കുകയാണെങ്കിൽ യു ആർ ഒബ്സർവിങ് ഹൗ മെനി നമ്പർ ഓഫ് ലൈൻസ് ആർ പാസിങ് നോർമലി ത്രൂ ദാറ്റ് ഏരിയ. അപ്പോൾ നമ്മൾ ആ വെച്ച മാഗ്നറ്റിക് ഫീൽഡിനകത്ത് വെച്ചേക്കുന്ന ആ ഏരിയയിൽ കൂടി എത്ര ലൈൻസുകൾ നോർമലായിട്ട് അവിടെ കടന്നു പോകുന്നുണ്ടോ, ദാറ്റ് ഈസ് എ മെഷർ ഓഫ് ദ മാഗ്നറ്റിക് ഫ്ലക്സ്. ബട്ട് ഇറ്റ് ഈസ് മെഷർഡ് ആസ് എ പ്രോഡക്റ്റ് ഓഫ് the strength of magnetic field and the component of area that comes along the direction of magnetic field. അങ്ങനെ മെഷർ ചെയ്യും. അപ്പം നമുക്ക് ഈ ഒരു ഫിഗർ എടുക്കാം. ഈ ഫിഗറിനകത്ത് കാണുന്ന യു ആർ ടേക്കിംഗ് എ സർഫസ് ഹാവിംഗ് ഏരിയ എ പ്ലേസ്ഡ് ഇൻസൈഡ് എ മാഗ്നറ്റിക് ഫീൽഡ് ആക്ടിങ് ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ. ശരിയല്ലേ? ഇവിടെ ഏരിയയുടെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നോർമലാണ്. അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് പോകുന്ന ഡയറക്ഷൻ ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. So in between the direction of area and direction of magnetic field, there is an angle theta. So which is the component of area that comes out of the direction of magnetic field, that is a cos theta. Then how can you measure the flux passing through that area? Flux is given by phi is equal to strength of magnetic field into component of area in the direction of the field. Field means magnetic field. So phi becomes equal to B into component of area, that is BA cos theta. And we can take this as a dot product. Then B is equal to B vector and A vector and theta is the angle between them. So phi becomes equal vector B dot vector. So magnetic flux can also be defined as it is the dot product of magnetic field vector and the area vector. So phi is equal vector B dot vector. ഇനി അടുത്തായിട്ട് നമ്മൾ പോകുന്നത്, സപ്പോസ് ദ ഫ്ലക്സ് പാസിംഗ് ത്രൂ എ പർട്ടിക്കുലർ ഏരിയ ഹാവിങ് ഡിഫറെൻറ്റ് ഡയറക്ഷൻ ആൻഡ് ഡിഫറെൻറ്റ് മാഗ്നിറ്റ്യൂഡ് അറ്റ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ സർഫസ്. അപ്പോൾ ഈ സർഫസിൽ പല ഭാഗത്തായിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് അവിടെ ഒക്കെ മാഗ്നറ്റിക് ഫീൽഡ് ബിയുടെ ഡയറക്ഷനോ അല്ലെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡോ ചേഞ്ച് ചെയ്യുന്നു വിചാരിക്കുക. ബി വെക്ടർ ക്വാണ്ടിറ്റി അല്ലേ, അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡോ ഡയറക്ഷനോ. ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഏരിയ എടുക്കുമ്പോൾ ആ ഭാഗത്തെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡോ ഡയറക്ഷനോ ആയിരിക്കത്തില്ല മറ്റൊരു ഭാഗത്തെ ഏരിയ എടുത്താൽ. അങ്ങനെ ഈ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏരിയയുടെ പല ഭാഗത്തായിട്ട് സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ വേരി ചെയ്യുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ടേക്കിംഗ് ആൻ എലിമെൻ്ററി ഏരിയ ആൻഡ് ഫൈൻഡിങ് ഔട്ട് the flux passing through that elementary area. അപ്പോൾ ഈ എലിമെൻ്ററി ഏരിയ കൂടെ പാസ് ചെയ്യുന്ന ഫ്ലക്സ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ രണ്ടാമത്തെ സിറ്റുവേഷൻ നമ്മൾ എലിമെൻ്ററി ഏരിയ കൂടെ പോകുന്ന ഫ്ലക്സ് നമ്മൾ കണ്ടുപിടിച്ചാൽ അതിൻ്റെ വാല്യൂ എത്ര വരും നോക്കിയാൽ വെക്ടർ ബി ഡോട്ട് വെക്ടർ ഡി എസ്, ബിക്കോസ് ഫ്ലക്സ് ഈസ് എ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ദ ഏരിയ. അപ്പം അങ്ങനെ എടുത്തു. അപ്പോൾ ബി ഡോട്ട് എസ് എന്ന് കിട്ടിയില്ലേ. അപ്പം ഇതിനെ നമ്മൾ എന്തായിരിക്കും ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സർഫസ് ഇൻ്റഗ്രൽ വെക്ടർ ബി ഡോട്ട് വെക്ടർ ഡി എസ് എന്ന് കിട്ടിയില്ലേ. ദാറ്റ് ഗിവ്സ് ദ വാല്യൂ ഓഫ് ദ എൻറ്റയർ ഫ്ലക്സ് ത്രൂ ദ സർഫസ് പ്ലേസ്ഡ് ഇൻസൈഡ് ദ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പെരിമെൻറ്റ്. അല്ല, ആദ്യത്തെ രണ്ട് എക്സ്പെരിമെൻ്റ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ് ഈസ് ഇൻഡ്യൂസ്ഡ് EMF വിത്ത് എ മാഗ്നറ്റ് ആൻഡ് എ കോയിൽ ഇൻ റിലേറ്റീവ് മോഷൻ. അപ്പോൾ നമ്മൾ ഹെഡിങ് തന്നെ മനസ്സിലാക്കാം. ഈ എക്സ്പെരിമെൻറ്റിൽ നമ്മുടെ ഒരു കോയിലും അതോടൊപ്പം തന്നെ ഒരു മാഗ്നറ്റും നമ്മൾ യൂസ് ചെയ്യും. നമുക്കറിയാം ഈ കോയിലിൽ കണക്ട് ചെയ്തിരിക്കുന്നത് എങ്ങോട്ടാണെന്ന് നോക്കിയാൽ കോയിൽ ഈസ് കണക്റ്റഡ് ടു എ ഗാൽവനോമീറ്റർ. ദ കോയിൽ ഈസ് കണക്റ്റഡ് ടു എ ഗാൽവനോമീറ്റർ and the magnet is placed horizontally with its north pole facing the coil.
ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റിൽ നമ്മൾ കാണുന്നത് നോർത്തിൽ നിന്ന് വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസുകൾ ഏതിൽ കൂടെ പാസ് ചെയ്യും? കോയിലിൽ കൂടെ പാസ് ചെയ്യുന്നതുകൊണ്ട് കോയിലിനോട് കണക്ട് ചെയ്ത് കുറച്ച് മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാകും. ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്തെങ്കിൽ മാത്രമേ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ നടക്കുകയുള്ളൂ. കാരണം ഒരു കോയിലിന് ചുറ്റും നിൽക്കുന്ന കോയിലിനെ ഒരു ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സിന് സബ്ജക്റ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ നടക്കുമെന്നാണ് നമ്മുടെ നേരത്തെ ഇൻട്രൊഡക്ഷനകത്ത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ തീർച്ചയായും ഈ കോയിലുകൂടെ പാസ് ചെയ്യുന്ന ഫ്ലക്സിൽ ചേഞ്ച് വേണം. ആൻഡ് ഫോർ ദാറ്റ് ഫസ്റ്റ് യു ആർ മൂവിങ് ദ മാഗ്നറ്റ് ടുവേഴ്സ് ദ കോയിൽ. അപ്പോൾ ആദ്യം നമ്മൾ ഈ മാഗ്നറ്റിനെ നമ്മൾ കോയിലിന് അടുത്തേക്ക് മൂവ് ചെയ്യാണ്, ഇങ്ങോട്ട് അടുത്തോട്ട് മൂവ് ചെയ്യുക. ഇതാണ് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്. മാഗ്നറ്റ് മൂവ്ഡ് ടുവേഴ്സ് ദ കോയിൽ. അപ്പോൾ എന്താ നമ്മൾ കാണുന്നത്? when the magnet is moved towards the coil, flux through the coil increases, there is a change, so that an EMF and current are produced in the coil which produces a deflection in the galvanometer in one direction. Galvanometer ഒരു സൈഡിലേക്ക് അതിൻ്റെ നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാം. ഇത് ഇസ് ദ ഫസ്റ്റ് ഒബ്സർവേഷൻ. ആൻഡ് സെക്കൻഡ്ലി, magnet is moved away from the coil. Magnet is moved away from the coil. അപ്പോൾ നമുക്കറിയാം മാഗ്നറ്റിനെ നമ്മൾ ഈ കോയിലിൽ നിന്ന് അകലേക്ക് നിൽക്കുകയാണെങ്കിൽ ഇതിൽ കൂടെ പാസ് ചെയ്യുന്ന നമ്പർ ഓഫ് ലൈൻസിൽ വ്യത്യാസം വരും, കുറയുന്നു, ഫ്ലക്സ് കുറയുകയാണ് ചെയ്യുന്നത്. ഫ്ലക്സ് കുറയുന്ന സമയത്തും ഒരു ചേഞ്ച് അല്ലേ, അതുകൊണ്ട് എന്ത് സംഭവിക്കും? ആൻഡ് EMF is induced and the galvanometer shows a deflection opposite direction. അപ്പം എവേ മൂവ് ചെയ്യുന്ന സമയത്ത് അടുത്തോട്ട് അടുപ്പിച്ച സമയത്ത് ഡിഫ്ലക്ഷൻ എങ്ങനെ കിട്ടുക? അതിൻ്റെ ഓപ്പോസിറ്റ് ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി നമുക്ക് ഈ മാഗ്നറ്റിനെ വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാം. അപ്പം മൂന്നാമത്തെ കേസ് when the magnet is moved faster. നിങ്ങൾ ആലോചിച്ചേ, when the magnet is moved faster towards the coil or away from the coil, the flux passing through the coil suddenly changes. And when there is a greater change in magnetic flux, more deflection is produced in the galvanometer. അപ്പോൾ നമ്മൾ കാണുന്ന പ്രത്യേകത ഏതാണ്? ഇതിൻ്റെ സ്പീഡ് വ്യത്യാസ സമയത്ത് ഫ്ലക്സിൽ പെട്ടെന്ന് ചേഞ്ച് വരും. അപ്പോൾ ഗാൽവനോമീറ്റർ എന്ത് കാണിക്കും? ഒരു ഗ്രേറ്റർ ഡിഫ്ലക്ഷൻ ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാം. ഇനി ഫോർത്ത് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് മാഗ്നറ്റ് സ്റ്റേഷനറി. At the same time, the coil is moved. ആലോചിച്ച് നോക്കി, മാഗ്നറ്റ് സ്റ്റേഷനറി മുമ്പേ മാഗ്നറ്റ് ആണ് മൂവ് ചെയ്തത്. ഇപ്പം മാഗ്നറ്റ് സ്റ്റേഷനറിയാണ്. കോയിൽ എന്ത് ചെയ്യും? നമുക്ക് മുന്നോട്ടോ അല്ലെങ്കിൽ പുറകോട്ടോ നമ്മൾ മൂവ് ചെയ്താൽ നേരത്തെ നമ്മൾ എന്ത് ഒബ്സർവേഷൻ കണ്ടോ അത് തന്നെ ഇപ്പോഴും കാണാം. കാരണം ഈ മാഗ്നറ്റ് മൂവ് ചെയ്താലും അതിനോട് ലിങ്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്യുന്ന ഫ്ലക്സിൽ വ്യത്യാസം വരും. ആ ഫ്ലക്സിൽ വ്യത്യാസം വരുന്നതുകൊണ്ട് അവിടേക്ക് EMF ഇൻഡ്യൂസ് ചെയ്യാം, അതുപോലെ തന്നെ കറണ്ടും ഒബ്സർവ് ചെയ്യാം. ഓക്കെ. ആൻഡ് സപ്പോസ് യു ആർ റിവേഴ്സിംഗ് ദ മാഗ്നറ്റ് ആൻഡ് എഗൈൻ മൂവ്ഡ്. ഈ മാഗ്നറ്റ് നമ്മൾ തിരിച്ചു, ഈ സൗത്ത് ഇപ്പുറത്തും വരിക, നോർത്ത് അപ്പുറത്തും വരുന്ന രീതിയിൽ അത് റിവേഴ്സ് ചെയ്തതിനു ശേഷം when you are moving the magnet at the time, അപ്പം നാലാമത്തെ കേസ് നമ്മൾ പറയുന്നത് മാഗ്നറ്റ് ഈസ് റിവേഴ്സ്ഡ് ആൻഡ് മൂവ്ഡ്. അങ്ങനെ മാഗ്നറ്റ് റിവേഴ്സ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ again the flux changes and the galvanometer shows a deflection. പക്ഷേ നമ്മൾ നോർത്തോട് ഇരുന്നപ്പോൾ നമ്മൾ മൂവ് ചെയ്ത സമയത്ത് അതിലേക്ക് ഡിഫ്ലക്ഷൻ ഉണ്ടായില്ലേ? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡിഫ്ലക്ഷൻ ഉണ്ടാകും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് മനസ്സിലാക്കുന്നത് ഈ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ കാണിക്കുന്നെങ്കിൽ അതിൽ കൂടെ കറണ്ട് പോകണ്ടേ? കറണ്ട് പോകണമെങ്കിൽ EMF ഇൻഡ്യൂസ് ചെയ്യണ്ടേ? ആ EMF ഇൻഡ്യൂസ് ചെയ്യുന്നത് ഏത് സമയത്ത് മാത്രമേ ഉള്ളൂ? whenever there is a change in magnetic flux in association with the coil. അപ്പോൾ കോയിലോട് ചുറ്റി നിൽക്കുന്ന ഫ്ലക്സിൽ വ്യത്യാസം വന്നെങ്കിൽ മാത്രമേ ഇവിടെ കറണ്ടും അതുപോലെ തന്നെ EMFും അല്ലെങ്കിൽ വോൾട്ടേജും സർക്യൂട്ടിൽ ഉണ്ടാകുള്ളൂ എന്നാണ് ഒബ്സർവ് ചെയ്യുന്നത്, അല്ലേ? ദിസ് ഈസ് ആ ഡെമോൺസ്ട്രേഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. നെക്സ്റ്റ് ഈസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അക്കോർഡിംഗ് ടു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, when a coil or a circuit is subjected to a change in magnetic field or a varying magnetic field, an EMF or voltage induced in the coil and a corresponding current is produced. That phenomenon is called electromagnetic induction. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ പ്രത്യേകത അതിനകത്ത് പറഞ്ഞ് മനസ്സിലായില്ലേ? ഒരു കോയിലോ അല്ലെങ്കിൽ ഒരു സർക്യൂട്ടിനോട് ചുറ്റി നിൽക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൽ വ്യത്യാസം വന്നാൽ ആ കോയിലിലേക്ക് അല്ലെങ്കിൽ സർക്യൂട്ടിലേക്ക് ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു EMF ഉണ്ടാകാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സർക്യൂട്ട് ക്ലോസ്ഡ് ആണെങ്കിൽ അതിനകത്തൊരു കറണ്ടും ഉണ്ടാകാം. ആ ഫിനോമിനയാണ്
That is called electromagnetic induction. അപ്പോൾ ഇങ്ങനെ ഒരു കോയിലേക്ക് EMF ഇൻഡ്യൂസ് ചെയ്താൽ ആ EMFനെ വിളിക്കുന്ന പേര് that is called induced EMF എന്ന് പറയും. ഇൻഡ്യൂസ്ഡ് EMF. അതുപോലെ തന്നെ കറണ്ടിനെ വിളിക്കുന്ന പേര് ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് പറയും. Next we are going to Faraday's laws of electromagnetic induction. And the first law, Faraday's first law നമ്മൾ പഠിക്കുന്നത്, according to this first law, whenever there is a change in magnetic flux linked with the coil or a circuit, an EMF is produced, and this EMF lasts till there is a change in magnetic flux. അതായത് ഒരു കോയിലിനോടോ അല്ലെങ്കിൽ സർക്യൂട്ടിനോട് ചേർന്ന് നിൽക്കുന്ന ഫ്ലക്സിൽ വ്യത്യാസം വന്നാൽ അതിലേക്ക് EMFോ കറണ്ടോ ഉണ്ടാകാം. പക്ഷെ അത് ആ കറണ്ടോ EMF ലാസ്റ്റ് ചെയ്യുന്നപ്പോൾ മാത്രമേ ഉള്ളൂ, ടിൽ ദർ ഇസ് എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ്. ഇതാണ് ഫാരഡേയുടെ ഫസ്റ്റ് ലോ. സെക്കൻഡ് ലോ, ഈ സെക്കൻഡ് ലോ ശരിക്കും ഇൻഡ്യൂസ്ഡ് EMFന്റെ വാല്യൂ മെഷർ ചെയ്യാനുള്ള ഒരു ലോയാണ് സെക്കൻഡ് ലോ, ഫാരഡേസ് സെക്കൻഡ് ലോ. അക്കോർഡിംഗ് ടു സെക്കൻഡ് ലോ, the magnitude of the induced EMF, അത് E ആണെന്ന് വെച്ചു, is equal to the rate of change of magnetic flux. Rate of change of magnetic flux. Rate of change of magnetic flux. അപ്പോൾ ഒരു കോയിലോട് ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സിൽ വരുന്ന ചേഞ്ച് d∅ ആണെന്ന് വെച്ചു. അത്രയും ഫ്ലക്സ് ചേഞ്ച് ചെയ്യാൻ എടുക്കുന്ന സമയം dt. നേരത്തെ നമ്മൾ കോയിൽ മാഗ്നറ്റ് എക്സ്പെന്റ് പഠിച്ചപ്പോൾ മാഗ്നറ്റിന് അടുത്തേക്ക് നിൽക്കുന്ന സമയത്ത് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ. അപ്പം അങ്ങനെ ആണെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ dt സെക്കൻഡ്സ് കൊണ്ടുണ്ടായ ഫ്ലക്സ് ചേഞ്ച് നമുക്ക് എത്ര എടുക്കാം, d∅ എന്ന് എടുക്കുകയാണെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് മീൻസ് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഡിവൈഡ് ബൈ ടൈം ആണ്. സോ ദ ഇൻഡ്യൂസ്ഡ് EMF E is equal to d∅ ഡിവൈഡ് ബൈ dt. സോ സെക്കൻഡ് എന്താ പറയുന്നത്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ induced EMF is equal to the rate of change of magnetic flux, that is E is equal to d∅ by dt. ഇനി നമ്മൾ എടുക്കുന്ന കോയിലിന്റെ ഒരു കോയിൽ എടുക്കാന്ന് വെച്ചു. ഈ കോയിലിന് n ടേൺസ് ഉള്ള കോയിലാണെങ്കിൽ, ഒരു കോയിൽ എടുക്കുമ്പോൾ n ടേൺസ് ഉണ്ടെങ്കിൽ എല്ലാ ടേണിനോടും ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സ് ϕ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അതിന്റെ ചേഞ്ച് വരുമ്പോൾ d∅ ഒരുപോലെ വരില്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ if the coil has n ടേൺസ് ഉണ്ടെങ്കിൽ the induced EMF is given by n d∅ divided by dt. n d∅ by dt. ഓക്കെ, ഒരു കോയിലോട് ലിങ്ക് ചെയ്യുന്ന ഇനിഷ്യൽ ഫ്ലക്സ് ϕ1 ആണ്. ആഫ്റ്റർ t seconds the flux is changing to ϕ2. Then how can you find out the rate of change of flux? That is ϕ2 final flux minus ഇനിഷ്യൽ ഫ്ലക്സ് ഡിവൈഡ് ബൈ ടൈം എന്നല്ല കിട്ടുക. അപ്പം ഇങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF നമുക്ക് ഇങ്ങനെ എഴുതാം, that is E is equal to ϕ2 minus ϕ1 divided by t. ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഈസ് ലെൻസസ് ലോ. ലെൻസസ് ലോ ആണ് ഇതിനടുത്തായിട്ട് നമുക്ക് പഠിക്കേണ്ടത്. ലെൻസസ് ലോ എന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ് EMFന്റെ ഡയറക്ഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലോയാണ് ലെൻസസ് ലോ. അതിന്റെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. ലെൻസസ് ലോ പറയുന്നത് ഇൻഡ്യൂസ്ഡ് EMF is always produced in a circuit in such a way that it opposes the change in magnetic flux which produces it. ഒരു ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് കൊണ്ടായിരിക്കും ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നത്. ആ ഇൻഡ്യൂസ്ഡ് EMF അപ്പോൾ എന്തായിരിക്കും, അതിനെ ഒപ്പോസ് ചെയ്യും. അല്ലെങ്കിൽ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇങ്ങനെ പറയാം, ഇൻഡ്യൂസ്ഡ് EMF is always produced in a circuit in such a way that it always opposes the cause that produces it. എന്ത് കാരണം കൊണ്ടാണ് അത് ഉണ്ടായത്, ആ കോസിനെ ഒപ്പോസ് ചെയ്യുന്ന ഡയറക്ഷനായിരിക്കും ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നതെന്നാണ് അതിൻ്റെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഇതെങ്ങനെ നമ്മൾ മനസ്സിലാക്കും? അത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു സോളിനോട് കൺസിഡർ ചെയ്യാം അല്ലേ. ഒരു കോയിൽ, ഇറ്റ് ഈസ് കണക്റ്റഡ് ടു എ ഗാൽവനോമീറ്റർ ആൻഡ് എ മാഗ്നറ്റ് ഈസ് അറേഞ്ച്ഡ് നിയർ ടു ദ കോയിൽ വിത്ത് നോർത്ത് പോൾ ഫേസിംഗ് ദ കോയിൽ. നമ്മൾ നേരത്തെ ഫാരഡേസ് എക്സ്പെരിമെന്റ് കണ്ട കാര്യം തന്നെയാണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നോർത്തിൽ നിന്ന് വരുന്ന ലെഫ്റ്റിലോട്ട് വരുന്ന ലൈൻസുകളാണ് ഈ കോയിലൂടെ പാസ് ചെയ്യും അല്ലേ. മാഗ്നറ്റിനെ മൂവ് ചെയ്യുമ്പോഴോ ഈ ഫ്ലക്സിന് വ്യത്യാസം വരും, മാഗ്നറ്റിക് ഫ്ലക്സിന് വ്യത്യാസം വരും. അപ്പോൾ ഇതിനകത്ത് EMF ഇൻഡ്യൂസ് ചെയ്യും അല്ലേ. ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടായി കഴിഞ്ഞാൽ ഈ കോയിലിനകത്തോടെ ഈ സോൾഡോട് ക്ലോസ് സർക്യൂട്ടാണ് ഗാൽവനോമീറ്ററുമായിട്ട്, അതുകൊണ്ട് അതിനകത്തോടെ കറണ്ട് കയറി വരും. അപ്പോൾ ഇതിനകത്തോടെ കറണ്ട് വന്നാൽ ഇതൊരു മാഗ്നറ്റ് ആവും. ഒരു മാഗ്നറ്റായിട്ട് മാറുമ്പോൾ അതിൻ്റെ നോർത്ത് പോൾ ഈ സൈഡിൽ സൗത്ത് പോളും വരിക എന്ന് വിചാരിക്കുക. വന്നു കഴിഞ്ഞാൽ
അങ്ങനെ വരുന്ന രീതിയിൽ ഈ നോർത്ത് ഇവിടെ സൗത്തും വരുന്ന രീതിയിലെ കറണ്ട് ഉണ്ടാകുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ മാഗ്നറ്റ് ആയി കഴിയുമ്പോൾ ഇത് സെൻഡ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസുകൾ എങ്ങനെ വരും? ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പം ഇൻഡ്യൂസ്ഡ് എഫിന്റെ ഡയറക്ഷൻ എങ്ങനെ വന്നു? അത് അതിന്റെ കോസിനെ ഒപ്പോസ് ചെയ്യാം. അതായത് ചേഞ്ച് ഓഫ് ഫ്ലക്സ്, ലെഫ്റ്റിലോട്ടുള്ള ചേഞ്ച് ഓഫ് ഫ്ലക്സ് കൊണ്ടാണ് ഇത് ഉണ്ടായത്. അപ്പം ഇൻഡ്യൂസ്ഡ് എഫ് പോലെ ഉണ്ടാകുന്ന കറണ്ട് എന്ത് ചെയ്യും? റൈറ്റിലോട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കിയിട്ട് അതിനെ ഒപ്പോസ് ചെയ്യും. ഇതാണ് ഇതിന്റെ എക്സ്പ്രഷൻ പറയും. അപ്പം അങ്ങനെ ലെൻസസ് ലോയും ഫാരഡേസ് ലോയും കമ്പയർ ചെയ്താൽ നമുക്ക് ഇൻഡ്യൂസ്ഡ് എഫിന്റെ ഇക്വേഷൻ നമുക്ക് എപ്പോൾ എങ്ങനെ എഴുതാം? ഓപ്പോസിംഗ് നേച്ചർ ആണല്ലോ. E = മൈനസ് d∅ ഡിവൈഡ് ബൈ dt. ഇതാണ് ഇക്വേഷൻ ഒബ്റ്റെയിൻ വെൻ യു ആർ കമ്പൈനിങ് ഫാരഡേസ് ലോ ആൻഡ് ലെൻസസ് ലോ. അടുത്താണ് നമുക്ക് പഠിക്കേണ്ടത് ലെൻസസ് ലോ ആൻഡ് കൺസർവേഷൻ ഓഫ് എനർജി. അതായത് അറ്റ് ദ ടൈം ഡ്യൂറിംഗ് ദ പ്രോസസ് ഓഫ് ഇലക്ട്രോമാഗ്നെറ്റിക് ഇൻഡക്ഷൻ ദ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസസ് ആൻ EMF ഓർ കറണ്ട് ഇൻ എ സർക്യൂട്ട്. അതിൻ്റെ മീനിങ് എന്താ? ആ സർക്യൂട്ടിനകത്ത് ഇലക്ട്രിക്കൽ എനർജി ഉണ്ടായെന്നാണ്. EMFും കറണ്ട് വന്നാൽ അതിൻ്റെ പ്രോഡക്റ്റ് പവർ ആയിരിക്കും അല്ലേ? പവറിനെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എനർജി കിട്ടത്തില്ലേ? അപ്പോൾ അതിനകത്ത് ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാകുന്നു. പക്ഷേ അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ഫോം ടു അനദർ ആൻഡ് എനർജി ക്യാൻ നെവർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയ്ഡ് എന്നല്ലേ? അപ്പോൾ അവിടെ നോക്കുന്നത് ഈ ഇലക്ട്രോമാഗ്നെറ്റിക് നടക്കുന്ന സമയത്ത് അതിനകത്ത് എനർജി ഉണ്ടായത് കൺസർവേഷൻ ഓഫ് എനർജിയെ വയലേറ്റ് ചെയ്തിട്ടാണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അത് കൺസർവേഷൻ ഓഫ് എനർജിയെ വയലേറ്റ് ചെയ്തിട്ടില്ല. ഇലക്ട്രോമാഗ്നെറ്റിക് നടക്കുന്ന സമയത്ത് ഇറ്റ് ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് കൺസർവേഷൻ ഓഫ് എനർജിയും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നേ. ദാറ്റ് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് ലെൻസസ് ലോ അല്ലേ? അപ്പോൾ അവിടേക്ക് നമുക്ക് നോക്കാം എന്താണ് ഇവിടെ സംഭവിച്ചത് നമുക്ക് നോക്കാം. ശരിയല്ലേ? നേരത്തെ നമ്മൾ എടുത്തേക്കുന്ന കോയിൽ മാഗ്നറ്റ് എക്സ്പെരിമെന്റ് എടുക്കാം. നോക്കി, ദിസ് ഇസ് എ കോയിൽ വിച്ച് ഈസ് കണക്റ്റഡ് ടു ദ ഗാൽവനോമീറ്റർ and this is a magnet arranged in front of the coil with the north pole facing the coil and south pole at the back side അല്ലേ? ഇങ്ങനെ വെച്ചു. നമുക്കറിയാവുന്ന എന്തായിരിക്കും? വെൻ യു ആർ മൂവിങ് ദ മാഗ്നറ്റ്, ഇങ്ങനെ നമ്മുടെ മാഗ്നറ്റ് നമ്മൾ ഇതിനെ ഇങ്ങനെ മൂവ് ചെയ്യാം അല്ലെങ്കിൽ ഔട്ട്വേർഡ് ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാം. ആൻഡ് വെൻ യു ആർ മൂവിങ് ദ മാഗ്നറ്റ് ടുവേഴ്സ് ദ കോയിൽ, അവിടെ എന്താ സംഭവിക്കുന്നത്? ഈ മാഗ്നറ്റിനെ നമ്മൾ അടുത്തേക്ക് നിൽക്കുന്ന സമയത്ത് ഇതിനകത്ത് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകും. ക്ലോസ് സർക്യൂട്ട് ആയതുകൊണ്ട് ഇൻഡ്യൂസ്ഡ് EMF വന്നു കഴിഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് വരത്തില്ലേ? വരുമല്ലോ. ആ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സോളിനോട് എന്തായിട്ട് മാറും? ഒരു മാഗ്നറ്റ് ആവും. നമ്മൾ നേരത്തെ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. കറന്റ് ക്യാരിങ് കോയിൽ ബിക്കംസ് എ മാഗ്നറ്റ് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഇത് പ്രൊഡ്യൂസ് എ മാഗ്നറ്റിക് ഫീൽഡ് എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇതനുസരിച്ച് ഇതിൻ്റെ ഇങ്ങനെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ നേരത്തെ ലെൻസസിൽ പറഞ്ഞത് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ഇൻ സച്ച് എ ഡയറക്ഷൻ ദാറ്റ് ഇറ്റ് ഒപ്പോസസ് ആ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് അവർ പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ലെഫ്റ്റിലോട്ട് വരുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൽ വരുന്ന ചേഞ്ച് കൊണ്ടാണ് ഇവിടെ EMF ഇൻഡ്യൂസ് ചെയ്ത് അല്ലേ? അപ്പോൾ ഇത് കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് മാഗ്നറ്റായിട്ട് മാറിക്കഴിഞ്ഞാൽ ഇത് റൈറ്റിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കണം ടു ഒബേ ലെൻസസ് ലോ. ശരിയല്ലേ? ലെൻസസ് ലോ ഒബേ ചെയ്യണമെങ്കിൽ റൈറ്റിലോട്ട് മാഗ്നറ്റിക് ഫീൽഡ് വേണ്ടേ? അപ്പോൾ അതനുസരിച്ച് ഇതിൻ്റെ ഈ കോയിൽ മാഗ്നറ്റായിട്ട് മാറിക്കഴിയുമ്പോൾ അതിൻ്റെ ഇവിടം സൗത്ത് ആകും, ഇവിടോ നോർത്ത് ആയി കഴിഞ്ഞാൽ പിന്നെ നോർത്തിൽ നിന്ന് ലൈൻസുകൾ സൗത്തിലേക്ക് വരുമ്പോൾ ലെൻസസ് ലോ അനുസരിച്ച് ഒറിജിനൽ മാഗ്നറ്റിക് ഫീൽഡിനെ ഈ EMF ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും? ഒപ്പോസിംഗ് ആയിട്ട് നമുക്ക് കാണത്തില്ലേ? ആണല്ലോ. അങ്ങനെ ഈ സൈഡ് നോർത്ത് ആയി കഴിഞ്ഞാൽ പ്രത്യേകത എന്തായിരിക്കും? വെൻ യു ആർ മൂവിംഗ് ദ മാഗ്നറ്റ് ടുവേഴ്സ് ദ കോയിൽ ദ നോർത്ത് പോൾ ഓഫ് ദ സോളിനോട് ഒപ്പോസസ് ദ മാഗ്നറ്റ്. ഈ വരുന്ന മാഗ്നറ്റിനെ ഈ നോർത്ത് പോൾ ഒപ്പോസ് ചെയ്യുമ്പോൾ പ്രത്യേകം എന്തായിരിക്കും? അവിടെ വർക്ക് ചെയ്യണം. ഈ മാഗ്നറ്റിനെ കോലിനടുത്തേക്ക് മൂവ് ചെയ്യണമെങ്കിൽ വർക്ക് ചെയ്യണ്ടേ? വേണമല്ലോ. ആ വർക്ക് എന്തായിട്ട് മാറും? അവിടുത്തെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നേ ഈ കോലിനകത്ത് ഇലക്ട്രിക് എനർജി ഉണ്ടായത് പുതിയതായിട്ടല്ല അല്ലേ? ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. ഈ വർക്കാണ് അവിടുത്തെ എന്തായിട്ട് മാറുന്നത്? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് ലെൻസസ് ലോ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാം? വി ക്യാൻ എക്സ്പ്ലെയിൻ ദ ഫിനോമിന ഓഫ് ഇലക്ട്രോമാഗ്നെറ്റിക് ഇൻഡക്ഷൻ ഈസ് അക്കോർഡിംഗ് ടു ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി.